നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. സ്ത്രീകളെ കടന്നുപിടിക്കുക, ബലം പ്രയോഗിച്ച് ചുംബിക്കുക തുടങ്ങിയ ഹോബികൾ ആഘോഷമാക്കിയ യുവാവിനെ പോലീസ് പിടികൂടി. 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം ഇഷ്ടിക കൊണ്ട് തലക്കിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. ഉത്തർപ്രദേശിലാണ് ക്രൂരത അരങ്ങേറിയത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തിയ ജീവനക്കാരികൾ ഉടനെ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പോലീസ്. സ്ത്രീധനം കൊടുക്കാത്തതിന് അമ്മായിയമ്മയുടെ ഭീഷണി. സ്ത്രീധനം തന്നില്ലെങ്കിൽ പകരം വൃക്ക വേണമെന്നാണ് അമ്മായിയമ്മ യുവതിയെ ഭീഷണിപ്പെടുത്തിയത്. സ്ത്രീകളെ കടന്നുപിടിക്കുക, ബലം പ്രയോഗിച്ച് ചുംബിക്കുക തുടങ്ങിയ ഹോബികൾ ആഘോഷമാക്കിയ യുവാവിനെ പോലീസ് പിടികൂടി. കാമദേവൻ എന്നർത്ഥമുള്ള മദൻ എന്ന ചെറുപ്പക്കാരനെയാണ് ബംഗളൂരു പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. സ്ത്രീകളെ കെട്ടിപ്പിടിച്ച് ബലം പ്രയോഗിച്ച് ചുംബിക്കുകയും രക്ഷപ്പെടുകയും ചെയ്യുന്ന യുവാവാണ് അറസ്റ്റിലായത്. അവിവാഹിതരായ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന മദൻ എന്ന യുവാവാണ് പിടിയിലായത്. നഗരത്തിലെ പാർക്കുകൾ, സ്ത്രീകൾ പ്രഭാത സവാരിക്ക് ഇറങ്ങുന്ന സ്ഥലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് മദൻ സ്ഥിരമായി ചുംബനങ്ങൾ നടത്തിവന്നത്. ഇക്കഴിഞ്ഞ 6-ാം തീയതി രാത്രി 7 മണിയോടെ ബംഗളൂരു നോർത്തിലെ മിൽട്ടൺ പാർക്കിന് സമീപം നടന്ന സംഭവത്തിലാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. വീട്ടുകാർക്കൊപ്പം നടക്കാനെത്തിയ പെൺകുട്ടിയെ ബലമായി കെട്ടിപ്പിടിക്കുകയും തുടർന്ന് ചുണ്ടുകളിൽ ചുംബിക്കുകയുമായിരുന്നു മദൻ ചെയ്ത കുറ്റം. അന്നേ ദിവസം തന്നെ മറ്റൊരു യുവതിയെയും ഇയാൾ ചുംബിക്കാൻ ശ്രമിച്ചെന്ന് പോലീസ് പറഞ്ഞു. സ്ത്രീകൾ പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ ആരോട് പറഞ്ഞാലും ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ കാറിൽ കയറി ഇയാൾ രക്ഷപ്പെട്ടു. ഇത് സംബന്ധിച്ച് സ്ത്രീകൾ പുലികേശി നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം ഇഷ്ടിക കൊണ്ട് തലക്കിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. ഉത്തർപ്രദേശിലാണ് ക്രൂരത അരങ്ങേറിയത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. യുപിയിലെ കാൺപൂരിൽ 4 വയസ്സുകാരിയെ അയൽവാസി ബലാത്സംഗം ചെയ്ത ശേഷം ഇഷ്ടിക കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. കാൺപൂർ നഗർ ജില്ലയിലെ ഘടംപൂരിലാണ് സംഭവം. വൈകുന്നേരം 5:30 പെൺകുട്ടി അടുത്തുള്ള കടയിലേക്ക് പോകുമ്പോൾ യുവാവ് ചോക്ലേറ്റ് നൽകുമെന്ന് പറഞ്ഞ കടയുടെ പിന്നിലുള്ള കുറ്റിക്കാട്ടിലേക്ക് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. യുവാവ് മോശമായി പെരുമാറുകയാണെന്ന് മനസ്സിലായതോടെ പെൺകുട്ടി നിലവിളിച്ചു. കരച്ചിൽ തുടർന്നപ്പോൾ വായിൽ ഇലകൾ തിരുകി സമീപത്ത് കിടന്ന ഇഷ്ടിക ഉപയോഗിച്ച് കുട്ടിയെ പലതവണ പ്രതി അടിച്ചു. തുടർന്ന് കുട്ടിയെ ചോരയിൽ കുളിച്ച അവസ്ഥയിൽ ഉപേക്ഷിച്ച് പ്രതി ഓടിപ്പോയി. കടയിൽ പോയ മകളെ കുറെ നേരമായിട്ടും കാണാതായപ്പോൾ കുട്ടിയുടെ അമ്മ അന്വേഷിച്ചു പോയി. കട ഉടമയോട് ചോദിച്ചപ്പോൾ അവിടെ എത്തിയിട്ടില്ലെന്നായിരുന്നു മറുപടി. നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ ഗുരുതര പരിക്കുകളോടെ കുട്ടിയെ സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്നും കണ്ടെത്തി. തലയിൽ നിന്നും ചോര വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ കാൺപൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതിക്ക് കുടുംബത്തോടുള്ള മുൻവൈരാഗ്യമാണ് ക്രൂരകൃത്യത്തിന് കാരണമെന്ന് പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചു. പോലീസ് പ്രതിക്ക് വേണ്ടി വലവിരിച്ചു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തിയ ജീവനക്കാരികൾ ഉടനെ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പോലീസ്. നാളെയോ മറ്റന്നാളോ ഇവർ സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചു. ജീവനക്കാരികൾ പണം തട്ടിയെടുത്തു എന്നതിന് ശക്തമായ തെളിവുകളാണ് പോലീസിന് ലഭിച്ചത്. ജീവനക്കാരികൾ തട്ടിപ്പ് നടത്തിയെന്ന ദിയ കൃഷ്ണയുടെ പരാതിയിൽ 3 യുവതികളും സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പോലീസ്. ഇന്നോ നാളെയോ ഹാജരാകാമെന്ന് യുവതികളുടെ ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചു. ദിയയുടെ ഓബൈ ഓസി എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരായ വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവർ 69 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ദിയ പരാതി നൽകിയത്. മൊഴിയെടുക്കാനായി ഇന്നലെ 2 തവണ പോലീസ് ഇവരുടെ വീട്ടിലെത്തിയിരുന്നു. ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകളും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ദിയയുടെ സ്ഥാപനത്തിലും പോലീസ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തി. ടാക്സ് വെട്ടിക്കാനായി സ്വന്തം അക്കൗണ്ടിലേക്ക് പണം സ്വീകരിക്കണമെന്നും ATM-ൽ നിന്നെടുത്ത പണം തനിക്ക് തരണമെന്നും ദിയ പറഞ്ഞിട്ടുണ്ടെന്ന് ജീവനക്കാരികൾ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പണം കവർന്നുവെന്നും ജീവനക്കാർ ദിയയ്ക്കും അച്ഛൻ കൃഷ്ണകുമാറിനുമെതിരെ പരാതി നൽകിയിരുന്നു. പിന്നാലെ കൃഷ്ണകുമാറും ദിയയും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും നൽകിയിരുന്നു. ജീവനക്കാരുടെ പരാതിയിൽ കഴമ്പില്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. ദിയ കൃഷ്ണയുടെ ഫ്ളാറ്റിൽ നിന്നും യുവതികൾ 2 കാറുകളിലായി കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിൽ നിന്നാണ് പരാതിയിൽ കഴമ്പില്ലെന്ന നിഗമനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയത്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം. സ്ത്രീധനം കൊടുക്കാത്തതിന് അമ്മായിയമ്മയുടെ ഭീഷണി. സ്ത്രീധനം തന്നില്ലെങ്കിൽ പകരം വൃക്ക വേണമെന്നാണ് അമ്മായിയമ്മ യുവതിയെ ഭീഷണിപ്പെടുത്തിയത്. 2021 വിവാഹം കഴിഞ്ഞ ദീപ്തി എന്ന യുവതിയാണ് പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചത്. തന്റെ ഭർത്താവിന് മാരകമായ വൃക്കരോഗമുണ്ടെന്ന കാര്യം ഇപ്പോൾ മാത്രമാണ് തിരിച്ചറിയുന്നതെന്നും ദീപ്തി പോലീസിന് മൊഴി നൽകി. അമ്മായിയമ്മയുടെ ക്രൂരതയ്ക്കെതിരെ നടപടിയെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. സ്ത്രീധനമായി ആഭരണങ്ങളും ബൈക്കും പണവും നൽകാത്തതിനാൽ നവവധുവിനോട് വൃക്ക ആവശ്യപ്പെട്ട് അമ്മായിയമ്മ. ബീഹാറിലെ മുസാഫർപൂരിലാണ് സംഭവം. വൃക്ക നൽകണമെന്നാവശ്യപ്പെട്ട് ഭർത്തൃവീട്ടുകാർ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് ദീപ്തി എന്ന യുവതിയാണ് പോലീസിൽ പരാതി നൽകിയത്. വരന് ഗുരുതരമായ വൃക്കരോഗമുണ്ടെന്ന് മറച്ചുവെച്ചായിരുന്നു വിവാഹം നടത്തിയതെന്നും യുവതി ആരോപിച്ചു. 2021 ഇവരുടെ വിവാഹം. ആദ്യ നാളുകളിൽ
ആദ്യഘട്ടങ്ങളിൽ ഭർതൃവീട്ടുകാർ സ്നേഹത്തോടെയാണ് പെരുമാറിയത്. പിന്നീട് അവർ സ്ത്രീധനം ആവശ്യപ്പെട്ടു തുടങ്ങിയെന്നും പരാതിയിൽ പറയുന്നു. വീട്ടിൽ നിന്ന് ബൈക്കും പണവും ആഭരണങ്ങളും കൊണ്ടുവരാനാണ് ആദ്യം ആവശ്യപ്പെട്ടത്. ഈ പണം നൽകാൻ ദീപ്തിയുടെ വീട്ടുകാർക്ക് കഴിയാതെ വന്നപ്പോൾ വൃക്ക നൽകണമെന്ന ആവശ്യം ഭർതൃവീട്ടുകാർ ഉന്നയിച്ചു. ഇതോടെയാണ് ഭർത്താവിന് വൃക്ക സംബന്ധമായ ഗുരുതര തകരാറുണ്ടെന്ന് അറിയുന്നതെന്നും ദീപ്തി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. ആദ്യം വൃക്ക വേണമെന്ന് പറഞ്ഞപ്പോൾ തമാശയായിട്ടാണ് തോന്നിയത്. എന്നാൽ ആവശ്യം പിന്നീട് ഭീഷണിയിലേക്കും കയ്യേറ്റത്തിലേക്കും എത്തിയതോടെയാണ് പോലീസിൽ പരാതിപ്പെട്ടതെന്നും യുവതി വെളിപ്പെടുത്തി. കയ്യേറ്റം പതിവായതോടെ വിവാഹമോചനം ആവശ്യപ്പെട്ടെങ്കിലും ഭർത്താവ് തയ്യാറാകുന്നില്ലെന്നും യുവതി ആരോപിക്കുന്നു. പരാതിയിൽ ഭർത്താവിന്റെ കുടുംബത്തിലെ 4 പേർക്കെതിരെയാണ് പോലീസ് കേസ്. സ്ത്രീധനം വാങ്ങുന്നത് ശിക്ഷാർഹമായ കുറ്റമാണെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും മുസാഫർപൂർ പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.